നമസ്കാരം. ഇപ്പോഴാണ് സമാധാനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. കാട്ടാളൻ സിനിമ കണ്ടു. എന്തോന്നനെ എടുത്ത് വെച്ചിരിക്കണം ഈ ഒരു പടം. പോൾ ജോർജ്, ഷെരീഫ് മുഹമ്മദാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ 2 മണിക്കൂറേ ഉള്ളൂ. ആ 2 മണിക്കൂർ മനുഷ്യനെ തലവേദന എടുത്ത ഒരു സിനിമയാണ്. സീരിയസ് ആയിട്ടും പറയാം. ഒരു ആക്ഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്ന് അത്രയും നല്ലൊരു ഓളം ഇല്ല, ഉറക്കമാണ് വന്നത്. എന്തിരി പടം ഇത് സത്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പോസിറ്റീവായിട്ട് പറയാനുള്ള അല്പം സ്വല്പം, അല്ലാതെ വേറെ ഒന്നുമില്ല. ജഗദീഷേട്ടൻ കുഴപ്പമില്ല. അതുപോലെ പെപ്പയുടെ ആക്ഷൻ മാത്രം. ഡയലോഗ് ഡെലിവറിയൊക്കെ എന്തോന്നടേ കണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് ഈ രവി ബസൂറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതാണെങ്കിൽ മനുഷ്യന് തലവേദന എടുക്കണം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കും. അയാളെ സ്കോർ മോശമൊന്നല്ല, പക്ഷേ ചില ഇടങ്ങളിലൊക്കെ കൊള്ളാം. പക്ഷേ ഇതോ അങ്ങനെ സ്കോർ കൊണ്ട് കയറ്റി മനുഷ്യന് തലവേദന എടുത്ത് അത് കേട്ട് പ്രാന്തായി ആ ഒരവസ്ഥ. ഈ സിനിമയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, സുനിലേട്ടനാണ്. സുനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെലുങ്കിലെ സുനിലേട്ടനാണ് ഈ ഒരു കഥ കൊണ്ടുപോണത്. ഇടയ്ക്ക് പെപ്പെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ഹനാൻഷ, അയ്യോ പാവം, എനിക്ക് സങ്കടം തോന്നണേ. ആ മനുഷ്യനെ കൊണ്ട് പോസ്റ്റാക്കി കളഞ്ഞു. ഹിപ്സ്റ്റർ, അയ്യോ ഇത് കുറേ പേരുണ്ടേ ചുമ്മാ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാതെ കുറച്ച് പോസ്റ്റാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മറ്റേ തുഷാര സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഷോയൊക്കെ കാണിച്ച് വെടിവെപ്പൊക്കെ നടത്തി പോകണം. ആ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ പറഞ്ഞ ഒരു 2 മണിക്കൂർ എൻ്റെ സമയവും കളഞ്ഞ്, പിന്നെ കൊടുത്ത പൈസയും നഷ്ടമായി. ഒന്നുമില്ല. ഇപ്പോൾ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. നിങ്ങളെല്ലാവരും പോയി സിനിമ കാണണം കേട്ടോ. ഇല്ലെങ്കിൽ പറയാൻ പറ്റൂല. അടുത്ത പ്രസ് മീറ്റിലൊക്കെ ചിലപ്പോൾ വരും കുറേ എണ്ണം. അയ്യോ എൻ്റെ പടത്തെ തകർത്തു, നെഗറ്റീവ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് വരും, കരയാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി സിനിമ കാണണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞ എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.